സാറ് അധികം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ല. ആസ് എ ഡയറക്ടർ ആണെങ്കിൽ പോലും ഒരു സിനിമയിൽ മാത്രമേ ഐ തിങ്ക് അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം കൈയൊക്കെ ഒടിഞ്ഞിരിക്കുമായിരുന്നു ആ സമയത്തായിരുന്നു. ഒരു സീരിയലെടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടും അങ്ങനത്തെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം, ആക്ച്വലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ സിനിമയിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ സാറിന്റെ കേസിൽ അത് ഡിഫറെന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് ഫോർ യു? നമ്മൾ സിനിമയോടുള്ള പാഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ഏജും ഒക്കെ കുറച്ച് ഏജായി, തീരെ ചെറിയ പ്രായമല്ലല്ലോ, കോളേജിലൊക്കെ കഴിഞ്ഞുള്ള പ്രായമൊന്നും അല്ല, സിനിമയിലേക്ക് എത്താനുള്ള സമയം കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട്, അതിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് സമയം അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടും ഒന്നും വർക്ക് ചെയ്ത് ഉള്ള എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ്. സിനിമയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗവും അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സമയമില്ല, പിന്നെ സിനിമയോടുള്ള അതിയായ ആഗ്രഹം എന്നുള്ളതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നിന്നുകൊണ്ട് ഒരു നല്ല സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എപ്പോഴും നല്ലൊരു ജോലി ചെയ്ത് സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എവിടെ ജോലി എന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞു ഇല്ല, ഞാൻ ബിസിനസ്സാണ്, സ്വന്തമായിട്ട് IT ഫീൽഡിലുള്ള ഒരു ബിസിനസ്സാണ്, വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ എപ്പോഴും നമ്മുടെ ഉള്ളിൽ, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഡിവേഷൻ. സിനിമ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു, പണ്ട് മുതലേ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ നാടകങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്, പുറത്തൊന്നും അങ്ങനെ ഇട്ടിട്ടുള്ളതല്ല. പക്ഷേ എന്നിരുന്നാലും സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹം തന്നെയാണല്ലോ. ആ നേരത്തെ പറഞ്ഞ പ്രായം, എനിക്ക് തോന്നുന്നു സിനിമയിൽ അങ്ങനെ പ്രായം ഒരു പ്രശ്നമാണോ? പ്രോബ്ലം ഇല്ല അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, പ്രായം പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞാലും അതിലേക്ക് എത്തപ്പെടുന്നത് ഒരുപാട് താമസിച്ചാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ അതങ്ങനെയും പറയാൻ പറ്റില്ല. നമ്മൾ ജോലി ചെയ്യാൻ, നമ്മൾ കഷ്ടപ്പെടാൻ, ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. ഞാൻ ഷാജുജാൻ അത് പറയാനിരിക്കായിരുന്നു. ആക്ച്വലി സിനിമയിൽ നമുക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ, കാരണം നമുക്ക് സിനിമയിൽ റിട്ടയർമെന്റ് ഇല്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഷാജുജാന്റെ ഫാദർ പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ ആ ഒരു റിട്ടയർമെന്റ് ഫേസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ക്യാരക്ടറിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഫാദറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ചാച്ചൻ ഒന്നാമത് വിജിലൻസിലായിരുന്നു. ചാച്ചൻ യൂണിഫോം ഇട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ചാച്ചൻ അങ്ങനത്തെ ഒരു പോലീസുകാരനല്ല, വിജിലൻസ് ആയതുകൊണ്ട് അറിയാലോ, യൂണിഫോം ഇല്ല അവർക്ക്. അങ്ങനെ ആരോടും ചാച്ചൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ കൂളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ചാച്ചൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചാച്ചനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടേഴ്സിനും ചാച്ചനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനൊരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നമ്മളൊരു പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം അറിയാതെയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ലാസ്റ്റ് നമ്മളൊരു ഫൈനലിൽ നമ്മളത് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളിലോട്ടൊരു അറിയാതെയെങ്കിലും ഒക്കെ ഇയാളൊരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരും. ഞാനങ്ങനെ ഒരുപാട് പ്രീ വർക്കൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ്. നമുക്കിങ്ങനെ ഇത് വായിച്ചു കഴിയുമ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്കെച്ച് നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളൊരു മേക്കപ്പ് ചെയ്ത് നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പം എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ.